നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിഖ്യാത ആരാധനാ കേന്ദ്രമായ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ 8 നാൾ നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിന് മാർച്ച് 9 രാത്രി 10:45 കൊടിയേറും. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുക. ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ഉത്തര കേരളത്തിലെ വിഖ്യാത ആരാധനാ കേന്ദ്രമായ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ 8 നാൾ നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിന് മാർച്ച് 8 രാത്രി 10:45 കൊടിയേറും. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട ഒരു ഘട്ടമാണ് 12 വർഷം കഴിയുമ്പോൾ. ഏതാണ്ട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ക്ഷേത്രത്തിനകത്ത് ഏതാണ്ട് നടന്നു കഴിഞ്ഞു. അതിന് തുടർന്നുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ 22 തുടങ്ങിയിട്ട് 30-ാം തീയതി വരെ മാർച്ച് നടക്കും. അതോടുകൂടി തന്നെ ക്ഷേത്രത്തിന്റെ മറ്റൊരു ചൈതന്യം മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിന് ഒരു നവീകരണ പ്രവർത്തനത്തോടെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ സിനിമാ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള 3-4 സിനിമാ നടന്മാർ കൂടി ആ പരിപാടി നമ്മുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന ഒരു പ്രത്യേകത അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ബ്രഹ്മശ്രീ പറവൂർ രാകേഷൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. അത്താഴപൂജ, കരിമരുന്ന് പ്രയോഗം, എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടാകും. മാർച്ച് 10 രാവിലെ 8:30 ശീവേലി, സുബ്രഹ്മണ്യ സ്വാമിക്ക് കാവടിയാട്ടം എന്നിവയും നടക്കും. രാത്രി 9 മണിക്ക് സിനിമാ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന ഗാനമേള ഉണ്ടാകും. മാർച്ച് 11 രാത്രി 9 മണിക്ക് എഴുന്നള്ളത്തിന് ശേഷം നാടൻപാട്ടും അടിപൊളിപ്പാട്ടും, 12 രാത്രി 8 മണിക്ക് എഴുന്നള്ളത്ത്, തുടർന്ന് തിരുമുടിത്തേവർ, നാടകം. മാർച്ച് 13 99ാമത് ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ ദിനാചരണവും സഹസ്ര ഗുരുപൂജ യജ്ഞവും നടക്കും. മാർച്ച് 14 മോതിരം വെച്ച് തൊഴൽ, എഴുന്നള്ളത്ത്, ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ എന്നിവ നടക്കും. മാർച്ച് 15 സംഗീത നിശ, 11 മണിക്ക് പള്ളിവേട്ട, എഴുന്നള്ളത്ത്, പള്ളി നിദ്ര എന്നിവയും ഉണ്ടാകും. മാർച്ച് 10 മുതൽ 15 വരെ എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനവും ഉണ്ടാകുമെന്ന് ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സി ഗോപാലൻ, അഡ്വക്കേറ്റ് കെ അജിത് കുമാർ, രാഘവൻ പൊന്നമ്പത്ത്, രവീന്ദ്രൻ പൊയിലൂർ, സജീവൻ മാടപ്പീടിക, വളയം കുമാരൻ, ടി പി ഷിജു, ടി സി ദിലീപ്, അരയാക്കണ്ടി കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു. കുറെ വർഷങ്ങളായി ഈ ജഗന്നാഥ ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളനത്തിന്റെ പ്രത്യേകത അതാണ്. കേരളത്തിന്റെ പുറത്തുമുള്ള പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 10-ാം തീയതി മുതൽ 15 വരെയുള്ള സമ്മേളനങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരുടെ സാന്നിധ്യം ഉണ്ട്. ഓരോ ദിവസത്തെ സമ്മേളനവും ഓരോ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെയും സന്ദേശങ്ങളെയും ബന്ധപ്പെടുത്തിയുള്ള വിഷയങ്ങൾക്ക് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സാംസ്കാരിക സമ്മേളനം കൊണ്ടുപോകുന്നത്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.